കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ടാറിംഗ് പൂർത്തിയാക്കി 24 മണിക്കൂർ കഴിയും മുൻപേ റോഡ് കുത്തിപ്പൊളിച്ചതായി പരാതി. മേക്കടമ്പിലാണ് ഇന്നലെ BMPC നിലവാരത്തിൽ റോഡ് ടാർ ചെയ്തത്. ഇന്ന് രാവിലെ പൈപ്പ് പൊട്ടിയതോടെ വാട്ടർ അതോറിറ്റി അധികൃതരെത്തി റോഡ് കുത്തിപ്പൊളിക്കുകയായിരുന്നു. BMPC നിലവാരത്തിൽ ടാറിംഗ് പൂർത്തീകരിച്ച ദേശീയപാത മണിക്കൂറുകൾക്കുള്ളിൽ വെട്ടിപ്പൊളിച്ചതായി പരാതി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മേക്കടമ്പിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡ് കുഴിച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ദേശീയപാത അവസാനഘട്ട നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള BMPC നിലവാരത്തിൽ റോഡ് ടാറിംഗ് പൂർത്തീകരിച്ചത്. എന്നാൽ ഈ റോഡിനടിയിൽ പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പുറത്തേക്ക് വെള്ളം ഒഴുകുകയായിരുന്നു. ഇതേ തുടർന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ എത്തി റോഡ് കുത്തിപ്പൊളിച്ചത്. വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും തുടർന്നുണ്ടായത്. NH85 കൊച്ചി ധനുഷ്കോടി റോഡാണ്. ഈ റോഡ് വീതി കൂട്ടി പണി തുടങ്ങിയ സമയത്ത് തന്നെ ഇതിലൊരു കംപ്ലൈൻറ്റ് ഉള്ളതാണ്. ഇലക്ട്രിക് പോസ്റ്റ് അതിൻ്റെ അകത്തായിരുന്നു. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ, വാട്ടർ ലൈൻ പോകുന്നതും NHൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ നമ്മളത് കംപ്ലയിൻറ്റ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡൻ്റ് അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു. ഇവിടെ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. അപ്പോൾ അതിനൊക്കെ വീഡിയോ ഫോട്ടോ എല്ലാം എടുത്തിട്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റിനും MLAക്കും MP-ക്കും NHൻ്റെ അതോറിറ്റിക്ക് EK കോൺട്രാക്ടർക്കും ഒക്കെ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ ലാസ്റ്റ് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ നേരം നമ്മൾ പറഞ്ഞതാണ്, നമ്മളതായിട്ട് അവരെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു NHൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറും പഞ്ചായത്ത് പ്രസിഡൻറ്റും MLA MP എല്ലാം കൂടി മീറ്റിംഗ് നടത്തി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിയിട്ടത്. അതിന് എത്രയോ രൂപ ഇവർ കെട്ടി ഇവർക്ക് കൊടുത്തിട്ടാണ് മാറ്റിയിട്ടത്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റാനായിട്ട് 3 കോടിയോ 3.5 കോടിയാണോ 3 കോടിയാണോ എന്നറിയില്ല, കെട്ടണം എന്നുള്ള രീതിയിൽ ഇവർ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ പരിപാടി പൂർത്തിയായില്ല. ഇന്നലെ ഇത് ടാർ ചെയ്ത് കഴിഞ്ഞ റോഡാണ്. ഈ റോഡ് ഇന്നലെ ടാർ ചെയ്തിട്ട് ഇന്നത് അവിടെ കുത്തിപ്പൊളിച്ചേക്കണം വാട്ടർ അതോറിറ്റിയുടെ. അപ്പോൾ അവർ പൊളിക്കുന്ന ആൾക്കാർ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഈ ലൈൻ എത്ര പൊളിക്കേണ്ടി വരുന്നു. അതേസമയം നമുക്ക് നോക്കിയാൽ കാണാം, ഈ സൈഡിൽ സ്ലാബ് ഇട്ടിട്ടില്ല, ഡ്രെയിനേജ് കൊടുത്തിട്ടില്ല. ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഡ്രെയിനേജ് കൊടുക്കാത്തത് വാട്ടർ ലൈൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ഇത് വളരെ നിരുത്തരവാദിത്തപരമായിട്ടുള്ളൊരു സമീപനമാണ്. ഇതിനെതിരെ പഞ്ചായത്തിൽ പറഞ്ഞു, അവരും ഒന്ന് കൈവളത്തുവാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഇരുവശങ്ങളിലേക്കും മാറ്റി സ്ഥാപിക്കണമെന്ന് കാണിച്ച് നാട്ടുകാർ ജനപ്രതിനിധികൾക്കും നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർക്കും നിവേദനം നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും പാലിക്കാതെയാണ് റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിച്ചത്. ഇതിനെ തുടർന്നാണ് പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ഗതാഗത തടസ്സവും പ്രദേശവാസികൾക്ക് കുടിവെള്ളം ലഭിക്കാത്ത സ്ഥിതിയുമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ റോഡിന് ഇരുവശത്തേക്കും മാറ്റി സ്ഥാപിക്കുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് വേണ്ടിവരിക. MP-യും MLA-യും അടക്കമുള്ളവർ ചർച്ച നടത്തിയെങ്കിലും ഫണ്ട് അനുവദിക്കാത്തതിനെ തുടർന്നാണ് പൈപ്പുകൾ പഴയ സ്ഥാനത്ത് തന്നെ തുടർന്നത്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.